3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉൾപ്പെടെ ഏറ്റ കനത്ത തിരിച്ചടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, ഇന്നു മുതൽ 3 ദിവസത്തേക്കാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ആരംഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ യോഗമാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയമാണ് CPM-ന് എല്ലാ സംസ്ഥാനങ്ങളിലും. കാര്യമായ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും മത്സരിക്കുന്നില്ല. കേരളത്തിലാണ് വലിയ മത്സരം കാഴ്ചവെച്ചത്. പക്ഷേ നമുക്കറിയാം, ആലത്തൂരിലെ വിജയം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും CPM ദയനീയമായി കേരളത്തിൽ പരാജയപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. പണ്ടത്തെ ശക്തി കേന്ദ്രമായിരുന്ന പശ്ചിമ ബംഗാളിലാണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത പശ്ചാത്തലമാണ്. ഒരു സീറ്റിൽ പോലും വിജയിച്ചില്ല. ഇത്തവണ 1-2 സീറ്റിൽ വിജയിക്കും എന്നാണ് ബംഗാളിലെ CPM നേതൃത്വം അവകാശപ്പെട്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ടുള്ള ഒരു മത്സരമാണ് നടത്തിയത്. പക്ഷേ ബംഗാളിൽ നിലം തൊടുന്ന സാഹചര്യം ഉണ്ടായില്ല. കഴിഞ്ഞ തവണയും ബംഗാളിൽ വട്ടപൂജ്യമായിരുന്നു. ഈ തവണയും ഒരു സീറ്റിലും വിജയിച്ചില്ല. പഴയ ശക്തി കേന്ദ്രമായ ത്രിപുരയിലും സാഹചര്യം ഇതുതന്നെയാണ്. 2 സീറ്റുകളാണ് ത്രിപുരയിൽ ഉണ്ടായിരുന്നത്. അവിടെയും CPM ചിത്രത്തിൽ പോലും ഇല്ലാതെ BJPക്ക് മുന്നിൽ കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ മത്സരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം ദയനീയമായ പരാജയം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ 3 സീറ്റുകളാണ് പാർലമെന്റിൽ ഉള്ളതെങ്കിൽ ഇത്തവണ അത് 4 സീറ്റായി ഉയർന്നു എന്നത് മാത്രമാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കാരണം കേരളത്തിൽ 1 സീറ്റ്, തമിഴ്നാട്ടിൽ 2 സീറ്റ്, അത് DMKയുടെ ഒരു കാരുണ്യത്തിൽ ലഭിച്ച 2 സീറ്റാണ്. ഇത് കൂടാതെ രാജസ്ഥാനിലെ ശിക്കാർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി അവിടെയും 1 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇതൊന്നും CPM-ന്റെ സ്വന്തം അക്കൗണ്ടിൽ പെടുത്താൻ സാധിക്കത്തില്ല. കാരണം തമിഴ്നാട്ടിൽ DMK ആണെങ്കിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. അങ്ങനെ വിജയിച്ചതാണ്. അങ്ങനെ ആകെ 4 സീറ്റും അതോടൊപ്പം തന്നെ 1.75% വോട്ട് മാത്രമാണ് CPM-ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. സാധാരണ പ്രാദേശിക പാർട്ടികൾക്ക് പോലും 2%, 2.5-3% വോട്ട് ഇന്ത്യയിൽ ലഭിക്കുമ്പോൾ ഒരു ദേശീയ പാർട്ടിയായ CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 1.75%, അതായത് 2% വോട്ട് പോലും ഈ പാർട്ടിക്ക് ഇന്ത്യയിൽ ലഭിച്ചിട്ടില്ല. അതിനാൽ അത്രത്തോളം ദയനീയ പരാജയം ഉണ്ടായിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 3 ദിവസത്തെ യോഗം ഡൽഹിയിൽ ആരംഭിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലെത്തി. ദേവിക, ഗൗതം വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്.